കൈ കിട്ടി നമുക്ക് വലിച്ചങ്ങോട്ട് എറിയും, അങ്ങനെ ഉള്ളായിരുന്നു. അല്ലാതെ നമ്മുടെ ഹാർഡ് വർക്കിന്റെ പ്രതിഫലം കണ്ട ഈ ഏരിയ കംപ്ലീറ്റ് തീർത്ത് ഞാൻ കേട്ടോ. അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ? അമ്മക്കിളിക്ക് സുഖമാണ്. ശരി, അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. അമ്മക്കിളി തിരിച്ചും പറയത്തില്ല, നിങ്ങൾ കൂട്ടുകൂടണം കേട്ടോ മക്കളെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്ന് പുല്ലിന്റെ വിത്ത് വിതച്ചത് നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതെന്തായി ഏതായി എന്നൊന്നും അറിയണ്ട എല്ലാവർക്കും. നമുക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തതെല്ലാം നിങ്ങളെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. ഇതെങ്ങനെ കിടന്ന സ്ഥലമായിരുന്നു അറിയണ്ട, ഇങ്ങനെ ഇറക്കമായിട്ട് കിടക്കുമായിരുന്നു, ചരിഞ്ഞ് കിടക്കുമായിരുന്നു. അതാണ് പിന്നെ ഞാൻ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം ലെവലാക്കിയത്. ഇതൊക്കെ നിങ്ങളെ കാണിച്ചതാണ്. പക്ഷേങ്കിൽ പുല്ലിട്ടതിന് ശേഷം ഇപ്പോൾ എത്ര വായെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഓരോരോ സ്റ്റേജായിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. അത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കണ്ടിരിക്കണം കേട്ടോ മക്കളെ. ഈ സ്റ്റേജിലാകണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ മക്കളെ ഇത്രയും ഒപ്പിച്ചെടുക്കാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ നിങ്ങളെ? ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചല്ലേ, മണ്ണും ഇതെല്ലാം എൻ്റെ തോളിൽ ചുമന്ന് കൊണ്ടുവന്നാണ് ഇട്ടത്. അതൊന്നും പ്രശ്നമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേങ്കിൽ പിള്ളേർ ഇറങ്ങാതിരിക്കാൻ എത്ര കെയർഫുൾ, അതിനാണ് ഈ സെറ്റപ്പൊക്കെ ചെയ്തത് കേട്ടോ. ഏതായാലും ഞാനിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ ഉള്ള പറയുവാണ്. ഏതായാലും എൻ്റെ കുഞ്ഞുങ്ങൾ ആരും അതിനകത്ത് ഇറങ്ങിയിട്ടില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം, കൈ കിട്ടി നമുക്ക് വലിച്ചങ്ങോട്ട് എറിയും, അങ്ങനെ ഉള്ളായിരുന്നു. അല്ലാതെ ഇറങ്ങിപ്പോയി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു വലിയ സന്തോഷമായിപ്പോയി. അങ്ങനെ ഞാൻ പ്രതീക്ഷയില്ല പിള്ളേർ ഇറങ്ങാതിരിക്കുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ഇറങ്ങിയില്ല, കൈ കിട്ടിയതൊക്കെ വലിച്ചെറിഞ്ഞതേ ഉള്ളൂ. അത് സാരമില്ല, എന്നാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇപ്പോഴത്തെ സ്റ്റേജ് ആദ്യത്തെ ദിവസം ഇട്ടത് ചെറുതായിട്ട് കുരുത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കഴിയുമ്പോൾ അതിനടുത്ത സ്റ്റേജ് ഞാൻ കാണിക്കാം. എല്ലാ സൈഡും ആദ്യത്തെ ദിവസം ഇട്ടത് കുരുത്ത് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഓരോ ദിവസമായിട്ടല്ലേ നമ്മളിട്ട്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എനിക്കത് ഇടാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇച്ചിരി നേരെ ഇറങ്ങുന്നുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് അത്ര ഇടാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കിളിച്ച് കിട്ടി, അതൊരു വലിയ കാര്യമാണ്. നല്ല കിളിച്ച് വന്നിട്ടുണ്ട്, നല്ല സന്തോഷം കാണുമ്പോൾ. നല്ല പച്ചപ്പച്ചേന്നാകും, മുഴുവനും കിളുത്ത് കഴിയുമ്പോൾ നല്ല കിടിലനായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിന് ഇനി ഡാർക്ക് കളർ, നല്ല ഡാർക്ക് ഗ്രീൻ ആകാനുള്ള ഒരു ഫുഡ് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ പാടില്ല, ഇച്ചിരി ഒന്ന് ലെവൽ നല്ല വന്നിട്ട് നമുക്ക് ആ ഫുഡും കൂടെ കൊടുത്താൽ ഇതെല്ലാം നല്ല ഡാർക്ക് ഗ്രീനായിട്ട് വരും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഇത്രേ ആയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് പിള്ളേർ കല്ലും മണ്ണും എല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാത്തതുകൊണ്ട് ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. ഇതങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഈ കസാര ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. പിള്ളേർ ഇറങ്ങാതിരിക്കണം, കാരണം ഇച്ചൂടെ കിളുക്കണമല്ലോ. ചൂടെ കിളുത്തിട്ട് നമുക്കൊരു നടക്കത്തൊക്കെ പാകമാകണം. ചെടികളെല്ലാം ചെറിയ തൈകളല്ലേ, അതൊന്ന് ഇച്ചിരി നല്ല വളർന്നിട്ടേ നമുക്ക് അതിനകത്ത് ചവിട്ടാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ കസാരയൊക്കെ മാറ്റത്തുള്ളൂ. പക്ഷേ ഇട്ട് നന്നായി കേട്ടോ. ഇത് കിളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നമ്മൾ അധ്വാനിച്ച ഒരു കാര്യമാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇനി അടുത്ത സ്റ്റേജ് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയുമായി, കുറച്ച് കളയൊക്കെ വരുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇത് കിടിലനായിട്ടില്ല ഈ സ്റ്റേജ്. നമ്മുടെ പുല്ലിട്ടത് കണ്ട നല്ല കിളിച്ച് പച്ചേ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇടയ്ക്കിടയ്ക്ക് ഏതാ കുറച്ചൊക്കെ കിളിക്കാതെ പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത റൗണ്ട് ഇടണം. 10-15 ദിവസം കൊണ്ട് ഇത്രയും പുല്ല് കിളിച്ചാൽ പോരായോ? നല്ല കിടിലനായിട്ടില്ലേ നമ്മുടെ പുല്ലിട്ടത്? സക്സസ്. അടുത്ത വർഷത്തേക്ക് ഫുള്ള് നല്ല ഗ്രീനിഷ് ആയിരിക്കും. ഇപ്പോൾ ഇത്രയൊക്കെ കിളിക്കത്തുള്ളൂ. ഇനി ഇങ്ങനെ കിളിച്ച് വന്ന് അങ്ങനെ പടർന്ന് ഫുള്ളായിക്കോളും. അഥവാ ഇടയ്ക്ക് എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ട്, നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ വിത്ത് കിളിക്കാതെ പോകും, ചിലപ്പോൾ ചിലടത്ത് വീഴാതിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അടുത്ത വർഷം ഒന്നുകൂടെ അവിടെ മാത്രം നോക്കിയിട്ട് അങ്ങിടാം. അപ്പം ഇത്രയുമായി നമ്മുടെ പുല്ല്. നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലം കണ്ടു. നമ്മുടെ പുല്ല് ഇത്രയുമായി കേട്ടോ. ആദ്യമിട്ടതെല്ലാം നല്ല പരുവത്തിന് കിളിച്ച് വന്നിട്ടുണ്ട്, നല്ല ഒരു ലെവലായി. പിന്നിട്ടതൊക്കെ ഇച്ചിരിയൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ മുഴുവൻ നല്ല പച്ചേന്നായി. പക്ഷേങ്കിൽ ഒരു കാര്യം, അതിനകത്ത് നിറയെ കള വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മണ്ണ് നമ്മൾ പുതിയ മണ്ണായിട്ട്, ആ മണ്ണിനകത്ത് മുഴുവനും കളയുണ്ടായിരുന്നു തോന്നുന്നു. ആ കളയെല്ലാം ഇനി ഒന്നൊന്ന കൈ കൊണ്ട് പറിക്കണം. എങ്ങനെ പറിക്കണമെന്ന് ചോദിച്ചാൽ വീട് റിമൂവൽ വെച്ച് പറിക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞു പുല്ലുകളല്ലേ, അപ്പോൾ അതും കൂടി ഇനി പോരുത്, നമ്മൾ കൈ കൊണ്ട് തന്നെ പറിക്കണം. അപ്പോൾ ഇനി അത് അടുത്ത ഒരു പണി, പുല്ലിനകത്തെ കള പറിക്കുന്ന ഒരു പണിയുണ്ട്. അപ്പോൾ നമ്മുടെ പുല്ലിൻ്റെ ഏകദേശ രൂപം ഇപ്പോൾ എത്തിട്ട് ആയിട്ടുണ്ട്. 80% നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കള മാത്രം പറിച്ച് കളഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ശരി, അമ്മക്കിളിയുടെ വീഡിയോ ഇന്നത്തെ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിക്കണം. ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.